നമസ്തേ. ആത്മഹത്യ ഒരു പരിഹാരമാണോ? അപമൃത്യു കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇന്നും രാവിലെ ഒരു യുവ ലേഡി ഡോക്ടറുടെ മരണം സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് ഉണർന്നത്. എന്താണല്ലേ? അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഫലം? ഇതെന്ത് മരണമാണ്? ആത്മഹത്യയാണോ, അതോ അപകട മരണമാണോ, അതോ ഇപ്പോഴത്തെ പല വാക്സിനേഷൻ്റെയും പരിണതഫലമായിട്ടുള്ള മരണമാണോ? എന്തായാലും ഇതിനൊന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഒന്നാമത്, പ്രകൃതിയിൽ നിന്ന് നാം എത്രത്തോളം അകലുന്നു അത്രത്തോളം നമുക്കുള്ള ബലഹീനത കൂടുകയാണ്. ഇന്നത്തെ ഈ AC-യിലും മറ്റും ഇരുന്ന് പണിയെടുക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടത് 12-14 മണിക്കൂർ AC റൂമിലിരുന്ന് പണിയെടുത്ത് കഴിയുമ്പോൾ അവർക്ക് സൂര്യപ്രകാശം കിട്ടാതെ വരികയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്തു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതുവഴി അവരുടെ ഓക്സിജൻ ലെവൽ കുറയുന്നു. ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് ശരീരത്തിൽ കുറയുകയും ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരിയായ രീതിയിൽ കൂടെ ചെരുപ്പില്ലാണ്ട് എന്നും രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നടക്കുകയും അരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നടക്കുകയും ചെയ്തിട്ട് കായികപരമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തണം. അതാണ് ഇതിനൊക്കെ ഒരു പരിഹാരം. മരുന്നും മന്ത്രവും അല്ല, നമുക്ക് ഔഷധം എന്ന് പറയുന്നത് അന്നമായിട്ട് എടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നാം മാറണം. പല മരണങ്ങളും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്. ആങ്സൈറ്റി ഡിസോർഡർ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് നാം പറയുന്നെങ്കിലും ലൈഫ് സ്കില്ലില്ലാത്തതാണ് കാരണം. നിങ്ങൾ നോക്കൂ, നേതൃത്വ സ്ഥാനത്ത് നിന്നിരുന്ന VS അച്യുതാനന്ദനെ പോലുള്ള മഹാരഥന്മാർ ചെറുപ്പത്തിൽ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ വന്നത്. പക്ഷേ എന്നിട്ടും അവർ ഒരു മനുഷ്യായുസ്, അതായത് 100 വർഷം തികച്ചു എന്നുള്ളത് ആത്മാഭിമാനത്തോടുകൂടി ഓർക്കാം. താങ്ങാൻ ആളുണ്ടെങ്കിൽ തളരാൻ എളുപ്പമുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈഗോ കൊണ്ടും താങ്ങാൻ ആളുള്ളത് കൊണ്ടും ആണ് ഈ തരത്തിലുള്ള അപകടങ്ങൾ കൂടുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിയായ പ്രതിസന്ധികൾ നേടാനുള്ള വിദ്യാഭ്യാസം ആവട്ടെ ഇനിയുള്ളത്. നന്ദി, നമസ്കാരം.